കാറിൽ കടത്തുകയായിരുന്ന 89 കിലോ കഞ്ചാവുമായി 2 പേർ നെല്ലായിയിൽ പോലീസ് പിടിയിൽ. ഒറീസയിൽ നിന്നും എറണാകുളത്തേക്ക് കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. മഴ കനത്തതോടെ പൊങ്ങണംകാട് താണിക്കുടം റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായി. പുത്തൂർ പഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതിക്കായി പൊളിച്ച റോഡുകൾ ചെളിക്കുളമായി. ഗുരുവായൂരിൽ തെരുവുനായ് ശല്യം രൂക്ഷം. നായ്ക്കളെ പേടിച്ച് വഴി നടക്കാനാകാതെ തീർത്ഥാടകരും നാട്ടുകാരും. മുന്നറിയിപ്പുകളില്ലാത്ത ഡിവൈഡറുകൾ മൂലം കൈപ്പറമ്പിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാൻ തയ്യാറാകാതെ അധികൃതർ. വാർത്തകളിലേക്ക്. കൊടകര നെല്ലായിയിൽ കാറിൽ കടത്തുകയായിരുന്ന 89 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിൽ. കോടനാട് സ്വദേശി അജി വി നായർ, ആലത്തൂർ ചുള്ളിമട സ്വദേശി ശ്രീജിത്ത് എന്നിവരെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒറീസയിലെ ബരാംപൂരിൽ നിന്ന് കാറിൽ കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവാണ് നെല്ലായി ജംഗ്ഷനിൽ വാഹന പരിശോധനയ്ക്കിടെ കൊടകര പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സേനയും ചാലക്കുടി ക്രൈം സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. കഞ്ചാവ് കടത്തിയ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്ലാസ്റ്റിക് ചാക്കുകളിലാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ചില്ലറ വിപണിയിൽ 1 കോടിയോളം രൂപ വിലമതിക്കുന്ന കഞ്ചാവാണ് പിടികൂടിയത്. എറണാകുളം കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താനാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്നാണ് സൂചനയെന്നും സംഘത്തിലെ കൂടുതൽ പ്രതികൾക്കായി തിരച്ചിൽ തുടങ്ങിയതായും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ വർഷം പോത്താനിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് 21 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലെ പിടികിട്ടാപ്പുള്ളിയാണ് അറസ്റ്റിലായ അജി. കൂടാതെ എറണാകുളം ജില്ലയിൽ കൊലപാതക ശ്രമങ്ങൾ 10ഓളം അടിപിടി കേസുകളിലും പ്രതിയാണ് ഇയാൾ. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എൻ മുരളീധരൻ, ചാലക്കുടി ഡിവൈഎസ്പി ആർ അശോകൻ, കൊടകര ഇൻസ്പെക്ടർ കെ റഫീഖ്, SI-മാരായ സി ഐശ്വര്യ, VG സ്റ്റീഫൻ, PP ജയകൃഷ്ണൻ, സതീശൻ മടപ്പാട്ടിൽ, റോയി പൗലോസ്, PM അലി, കെ ദിലീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. TCV കൊടകര. വെള്ളറക്കാട് ചെറുമനേങ്ങാട് അമ്മ വീട്ടിൽ വിരുന്നു വന്ന 14കാരൻ മണ്ണെടുത്ത കുഴിയിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. എടപ്പാൾ സ്വദേശി ചെമ്പകശ്ശേരി വീട്ടിൽ പുരുഷോത്തമന്റെ മകൻ അക്ഷയാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. കൂട്ടുകാരുമൊത്ത് ചെറുമനേങ്ങാട് കക്കാട്ടുപാറയിലെ മണ്ണെടുത്ത കുഴിയിൽ കുളിക്കാൻ പോയതായിരുന്നു. അക്ഷയ് കുളിക്കുവാനെത്തിയ വെള്ളറക്കാട് സ്വദേശിയായ മറ്റൊരു കുട്ടി കുഴിയിലെ വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നത് കണ്ടപ്പോൾ രക്ഷിക്കാൻ ഇറങ്ങിയ അക്ഷയെ മുങ്ങിപ്പോവുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ ബഹളം വയ്ക്കുന്നത് കേട്ട് ഓടിയെത്തിയ പരിസരവാസിയായ ഹരിലാൽ ആദ്യം അപകടത്തിൽപ്പെട്ട കുട്ടിയെ രക്ഷപ്പെടുത്തിയെങ്കിലും അക്ഷയനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീടെത്തിയ നാട്ടുകാർ കുട്ടിയെ കണ്ടെത്താൻ തിരച്ചിൽ നടത്തിയെങ്കിലും ആഴം കൂടുതലുള്ളതിനാൽ ശ്രമം വിഫലമായതിനെ തുടർന്ന് കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് അക്ഷയിനെ പുറത്തെടുത്തത്. വ്യാഴാഴ്ചയാണ് അമ്മ അഭിതയുടെ വീട്ടിൽ അക്ഷയ് വിരുന്നിനെത്തിയത്. തിരിച്ചു പോകാനിരിക്കെയാണ് അപകടത്തിൽപ്പെട്ടത്. മഴ കനത്തതോടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന തൃശൂരിലെ മിക്ക റോഡുകളിലൂടെയുമുള്ള യാത്ര അത്യന്തം ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. ഇതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല പൊങ്ങണംകാട് താണിക്കുടം റോഡിലൂടെയുള്ള യാത്രയും. പൊങ്ങണംകാട് സെന്റർ മുതൽ താണിക്കുടം വരെയുള്ള 2.5 കിലോമീറ്റർ ദൂരത്താണ് ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. കാനയോടുകൂടി വീതി കൂട്ടിയുള്ള റോഡ് പുനർനിർമ്മാണത്തിനായി പഴയ റോഡ് പൂർണ്ണമായും പൊളിച്ചു നീക്കി. കുറച്ചു ദൂരം മെറ്റൽ നിരത്തി ഉറപ്പിച്ചിട്ടുണ്ട്. ഇത് ദുരിതയാത്രയ്ക്ക് നേരിയ ആശ്വാസം നൽകുന്നു. എന്നാൽ താണിക്കുടം സെന്റർ ഉൾപ്പെടെയുള്ള ബാക്കി ഭാഗമാകട്ടെ മഴയിൽ ചെളിക്കുണ്ടായി മാറി. ശക്തമായ മഴയിൽ വെള്ളക്കെട്ടായി തീർന്ന ഈ വഴിയിലൂടെയുള്ള കാൽനടയാത്ര പോലും ഏറെ സാഹസികവും അപകടകരവും ദുഷ്കരവുമാണ്. ഇരുചക്രവാഹനങ്ങൾ ചെളിയിൽ തെന്നി വീഴുന്നതും ആഴമറിയാതെ വെള്ളക്കുഴിയിൽ വന്നു പെടുന്നതും വീഴുന്നതും പതിവായി. ഒന്നാമത് ഈ വഴിക്ക് ആൾക്കാർ വരവ് അറിഞ്ഞറിഞ്ഞ ആൾക്കാർ ഈ റൂട്ടിൽ വരവ് തന്നെ വന്ന് നിർത്തി തുടങ്ങി. വെള്ളം മുങ്ങി കെട്ടിമറിഞ്ഞ് വീണ് പരിപാടി ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ കെട്ടിമറിഞ്ഞ് വീഴുന്നുണ്ട്. നമ്മൾ കയറ്റി വിടും, വണ്ടിയും താഴുണ്ട്, അതും കയറ്റി വിടും. ആകെ ഇവിടുന്ന് പകുതി അവിടുന്ന് കുറേ പണിയും ഇവിടുന്ന് കുറേ പണിത്. അത് കാരണമാണ് ഇവിടെ സെൻറ്റർ ഒന്ന് പണി തീർന്നു കഴിഞ്ഞാൽ വെള്ളം ഒഴിവായി അങ്ങോട്ട് പോകും. ഇവിടെ പണിത് വരുന്നുണ്ട്, അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അവരും ഡേ നൈറ്റും ഒക്കെ പണിയുണ്ട്. പക്ഷെ പണി ഇങ്ങോട്ട് എത്താത്ത കാരണമാണ്. എന്തായാലും നല്ല കഷ്ടപ്പാടും നല്ല ദുരിതമാണ്. ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങൾ വരെ ഇവിടം കടക്കാൻ നന്നേ പാടുപെടുകയാണ്. ഓട്ടോറിക്ഷകൾക്ക് ഓട്ടമില്ലാതെയായി.
ഇനി കിട്ടിയാൽ തന്നെ പോകാൻ പറ്റാത്ത സ്ഥിതിയും. പഞ്ചായത്തിൻ്റെ അവിടേക്ക് പോണ വഴിയാണെങ്കിലും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കള്ളായി റോഡ് മാത്രമാണ് എല്ലാവർക്കും ആശ്രയം. തേറമ്പം മണ്ണത്തി ഭാഗത്തേക്ക് പോകാൻ. ഇനിയിപ്പോൾ പൊങ്ങണങ്ങാട് ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കള്ളായി വഴി ചെന്നിട്ട് വളഞ്ഞു തിരിഞ്ഞ് പോകണം. ഇവിടുത്തെ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള വഴി വളരെ മോശമായൊരു സാഹചര്യത്തിലാണുള്ളത്. ലോക്കൽ ഒരു 30 രൂപയുടെ ഓട്ടം പോയാൽ തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യവും അതിൻ്റെ പ്രതിസന്ധികളും നേരിടുകയാണ്. ഇപ്പോൾ കാലത്തോട്ട് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും ചില നേരത്തെ ഒന്നും ഉണ്ടാവില്ല. കിട്ടുന്ന കാശ് ഡീസൽ അടിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്. വണ്ടി മെയിൻ്റനൻസ് നല്ലോണം വന്നിട്ടുണ്ട്. ഫ്രണ്ടൊക്കെ പോയി കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഈ വഴി ഈ സ്ഥിതിയിൽ നമ്മൾ അത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കാര്യമില്ല, ഉപകാരത്തിൽപ്പെടില്ല. അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള വരുമാനം നമുക്ക് കിട്ടണില്ല. കിട്ടുന്നത് ചിലവായി പോവുകയാണ്. ആ ഒരു പ്രതിസന്ധിയിലാണ് എല്ലാവരും. യാത്രാ ദുരിതത്തിനൊപ്പം മഴയും റോഡ് പണിയും പ്രദേശത്തെ വ്യാപാരവും തകിടം മറിച്ചു. ഭയങ്കര അവസ്ഥ. ഇപ്പോൾ മഴയാണ് വില്ലായിട്ട് നിൽക്കുന്നത്, വെള്ളം ഒഴിഞ്ഞു പോകുന്നില്ല. അതാണ് പ്രശ്നം. കുറച്ച് ദിവസമായി ഒരാഴ്ചയോളമായിട്ട് ഇത് തന്നെ അവസ്ഥ. കച്ചവടം ഇല്ല, ഒരു മനുഷ്യനില്ല. വെറുതെ തുറന്നിരിക്കുക, ചായ കുടിക്കുക, വൈകുന്നേരം പടച്ചു പോവുക. ആരും വണ്ടി നിർത്തില്ല, ഇറങ്ങുമില്ല, കാല് നിലത്ത് കൂത്താൻ പറ്റില്ല. അപ്പോൾ പിന്നെ ആൾക്കാർ അങ്ങോട്ട് വിട്ടുപോകും. തീരാ ദുരിതം സമ്മാനിക്കുന്ന വെള്ളക്കെട്ടിൽ നിന്ന് മറുകരയെത്താൻ റോഡിൽ വള്ളമിറക്കേണ്ട അവസ്ഥയിലാണ് ആളുകൾ. അപ്പോഴും രാപ്പകൽ വ്യത്യാസമില്ലാതെ തോരാമഴയിലും നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ദിവസങ്ങൾ മുന്നേ വരെ വെയിലും പൊടിയുമായിരുന്നു ഈ റോഡിൻ്റെ ദുരിതമെങ്കിൽ ഇപ്പോൾ വെള്ളക്കെട്ടും മഴയുമാണ്. എന്ന് തീരും ഈ ദുരിതം എന്ന് കാത്തിരിക്കുകയാണ് യാത്രക്കാരും വ്യാപാരികളും നാട്ടുകാരും. താണിക്കുടം റോഡിൽ നിന്നും ക്യാമറമാൻ സിബി പോട്ടൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ റോഡുകൾ പൊളിച്ചത് ജനങ്ങൾക്ക് ദുരിതമായി മാറി. മഴ പെയ്തതോടെ പല റോഡുകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. റോഡ് പൊളിച്ച് പൈപ്പ് സ്ഥാപിക്കാൻ കരാറെടുത്തവരുടെ അനാസ്ഥയാണ് ദുരിതത്തിന് കാരണമായത്. പൈപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് കരാറിൽ വ്യവസ്ഥയുണ്ടെങ്കിലും ഇത് പാലിക്കാൻ കരാറുകാർ തയ്യാറായില്ല. മഴ പെയ്തതോടെ പല സ്ഥലത്തും മണ്ണ് ഒഴുകിപ്പോയി വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. വലിയ വാഹനങ്ങൾ വരുമ്പോൾ സൈഡ് നൽകാനായി വശങ്ങളിലേക്ക് ഒതുക്കി നിർത്തുന്ന വാഹനം കുഴിയിൽ കുടുങ്ങുന്നതും മറിയുന്നതും പതിവായിരിക്കുകയാണ്. ഗുരുവായൂരിൽ തെരുവ് നായ്ശല്യം രൂക്ഷം. ദിവസവും ആയിരക്കണക്കിന് ഭക്തരെത്തുന്ന ക്ഷേത്ര നഗരിയിൽ നായ്ശല്യം രൂക്ഷമാണ്. ക്ഷേത്ര പരിസരത്ത് കൂട്ടത്തോടെ അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ ഭയന്നാണ് ഭക്തർ നടക്കുന്നത്. തീർത്ഥാടകർക്കും നാട്ടുകാർക്കും നായ്ക്കളുടെ കടിയേൽക്കുന്നതും പതിവ് സംഭവമായി. കഴിഞ്ഞ വർഷം കണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരന് നായ്ക്കളുടെ കടിയേറ്റിരുന്നു. നായ്ക്കളുടെ ശല്യം ഒഴിവാക്കണമെന്നാണ് തീർത്ഥാടകരുടെ ആവശ്യം. മുന്നറിയിപ്പുകളില്ലാത്ത ഡിവൈഡറുകൾ മൂലം കൈപ്പറമ്പിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കേച്ചേരി കഴിഞ്ഞ് കൈപ്പറമ്പ് എത്തുന്നതിന് മുൻപും കൈപ്പറമ്പ് കഴിഞ്ഞാൽ ഏഴാംകല്ല് എത്തുന്നതിന് മുൻപുമാണ് അപകടങ്ങൾക്കിടയാക്കുന്ന ഡിവൈഡറുകൾ ഉള്ളത്. ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ല. ഒരാഴ്ചക്കിടെ മാത്രം നിരവധി അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. വേഗതയിൽ വരുന്ന വാഹനങ്ങൾ ഡിവൈഡറിൽ ഇടിച്ചു കയറുന്നത് ഇവിടെ തുടർക്കഥയാണ്. ഒട്ടേറെ അപകടങ്ങൾ സംഭവിച്ചിട്ടും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. പടിയൂരിൽ കനത്ത മഴയിൽ വീട് തകർന്നു. പടിയൂർ 10ാം വാർഡിൽ താമസിക്കുന്ന വാക്കാട്ട് ശിവരാമന്റെ ഓടുവീടിന്റെ ഒരു ഭാഗമാണ് കനത്ത മഴയിൽ തകർന്നത്. വീട്ടിൽ ശിവരാമന്റെ ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. വീട് തകരുന്ന ശബ്ദം കേട്ടതിനെ തുടർന്ന് ഇവർ വീട്ടിൽ നിന്ന് ഓടി മാറിയതിനാൽ അപകടം ഒഴിവായി. കൊടുങ്ങല്ലൂർ ലോകമല്ലേശ്വരത്ത് കനത്ത കാറ്റിലും മഴയിലും ബയോഫ്ലോക്ക് മത്സ്യകൃഷി ഫാം നശിച്ചു. CPM കൊടുങ്ങല്ലൂർ ലോക്കൽ സെക്രട്ടറി TP പ്രഭേഷിന്റെ ഉടമസ്ഥതയിൽ വയലാറിൽ പുഴയോരത്ത് പ്രവർത്തിക്കുന്ന ഫാമാണ് നശിച്ചത്. ഫാമിലെ മേൽക്കൂര ഉൾപ്പെടെ കനത്ത കാറ്റിൽ തകർന്ന നിലയിലാണ്. 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ഫാം ഉടമ പറഞ്ഞു. എടക്കഴിയൂർ പഞ്ചവടിയിൽ ശക്തമായ കാറ്റിൽ കാറ്റടിമരം കടപുഴകി വീണ് ഓടുവീട് തകർന്നു. വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗൃഹനാഥ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. പട്ടിക്കമണ്ണിൽ റസാക്കിന്റെ ഭാര്യ ജസീന, മക്കൾ റെജീന, റസാന, റിൻഷ എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രിയിലാണ് ശക്തമായ ശബ്ദത്തോടെ വീടിന് മുകളിൽ കാറ്റടിമരം കടപുഴകി വീണത്. വീടിനുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്ന ജസീനയുടെയും മക്കളുടെയും ദേഹത്തേക്ക് ഓട് പൊട്ടി വീഴുകയായിരുന്നു. ശബ്ദം കേട്ട് എത്തിയ നാട്ടുകാർ വാതിൽ കുത്തിപ്പൊളിച്ചാണ് ഇവരെ രക്ഷിച്ചത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജസീനയ്ക്ക് തലയ്ക്ക് പരിക്കുണ്ട്. വീട് പൂർണ്ണമായും തകർന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ അരിമ്പൂരിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. അരിമ്പൂർ 8ാം വാർഡിലെ പള്ളിപ്പുറത്തുകാരൻ വസന്തന്റെ 30 വർഷം പഴക്കമുള്ള വീട്ടുകിണറാണ് വെള്ളിയാഴ്ച രാത്രി ഇടിഞ്ഞു താഴ്ന്നത്. വാർഡംഗം സിന്ധു സഹദേവൻ, ജനപ്രതിനിധി K രാകേഷ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു.
കഴിഞ്ഞ ദിവസം കാണാതായ യുവാവിനെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശമംഗലം പഞ്ചായത്തിലെ 12ാം വാർഡ് കളവർക്കോട് പാടിയടത്ത് മണിയൻ നായർ മകൻ 40 വയസ്സുള്ള ഗോപാലൻകുട്ടിയാണ് മരിച്ചത്. ചെന്നൈയിൽ ഹോട്ടൽ നടത്തിവന്നിരുന്ന യുവാവ് അടുത്ത കാലത്താണ് നാട്ടിൽ സ്ഥിരതാമസമാക്കിയത്. നാട്ടിൽ കൂലിപ്പണിക്ക് പോയിരുന്ന ഗോപാലൻകുട്ടിയെ വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ കാണാനില്ലായിരുന്നു. അവിവാഹിതനായ ഗോപാലൻകുട്ടിയും അച്ഛനും മാത്രമാണ് വീട്ടിൽ താമസം. ചെറുതുരുത്തി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും സ്ഥലത്തെത്തിയാണ് മൃതദേഹം കിണറ്റിൽ നിന്നും പുറത്തെടുത്തത്. പ്രൊപ്പല്ലറിൽ റോപ്പ് കുടുങ്ങി യാത്രാ ബോട്ട് പുഴയിൽ അകപ്പെട്ടു. അഴീക്കോട് മുനമ്പം ഫെറിയിൽ സർവീസ് നടത്തുന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ശക്തമായ ഒഴുക്കുള്ള സമയത്തായിരുന്നു സംഭവം. മുനമ്പത്ത് നിന്നും യാത്രക്കാരുമായി 5:15 പുറപ്പെട്ട ബോട്ട് പുഴയുടെ മധ്യഭാഗത്തെത്തിയപ്പോഴാണ് റോപ്പ് കുടുങ്ങി നിശ്ചലമായത്. നിർമ്മാണം പുരോഗമിക്കുന്ന അഴീക്കോട് മുനമ്പം പാലത്തിന്റെ തൂണിനടുത്തായതുകൊണ്ട് ബോട്ട് നിയന്ത്രണം വിട്ട് ഒഴുകിയില്ല. തീരദേശ പോലീസിന്റെ ബോട്ട് സ്ഥലത്തെത്തി അരമണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ തകരാർ പരിഹരിച്ച് ബോട്ട് കരയിലെത്തിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭ അനാസ്ഥയ്ക്കെതിരെ BJP ടൗൺ പൊറത്തശ്ശേരി ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ BJP ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട ഉദ്ഘാടനം ചെയ്തു. 1.5 ആഴ്ച മഴ പെയ്തപ്പോഴേക്കും ഇരിങ്ങാലക്കുട മഴക്കെടുതി ദുരിതം അനുഭവിച്ചത് യാതൊരു മുന്നൊരുക്കവും നഗരസഭ നടപ്പിലാക്കാത്തത് മൂലമാണെന്ന് BJP ആരോപിച്ചു. ഉടൻ മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നും കൗൺസിലർമാർക്ക് ശുചിത്വ ഫണ്ട് അനുവദിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. ടൗൺ ഏരിയ പ്രസിഡന്റ് ലിഷോൺ ജോസ് കട്ലാസ് അധ്യക്ഷനായിരുന്നു. മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്ട്, പാർലമെന്ററി പാർട്ടി ലീഡർ സന്തോഷ് ബോബൻ, TD സത്യദേവ്, AV രാജേഷ്, രമേശ് അയ്യർ, VC രമേശ് എന്നിവർ നേതൃത്വം നൽകി. ചന്ദ്രാപിന്നിയിൽ കാനയിലൂടെ മലിനജലം ഒഴുകിയെത്തുന്നതായി ആരോപണം. ചന്ദ്രാപിന്നി സെന്ററിനും വില്ലേജിനും കിഴക്ക് ഭാഗത്തുള്ള തോടുകളിലാണ് മലിനജലം ഒഴുകിയെത്തുന്നത്. തോടുകളിലെ വെള്ളത്തിന് കറുത്ത നിറമാണ്, ദുസ്സഹമായ മണവുമുണ്ട്. തോട്ടിലൂടെ ഒഴുകിയെത്തിയ മലിനജലം പറമ്പുകളിലേക്ക് കടന്ന് രോഗങ്ങൾ പടർന്നു പിടിക്കുമെന്ന ഭീതിയിലാണ് ജനങ്ങൾ. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 300ഓളം തൊഴിലാളികൾ താമസിക്കുന്ന ഇടത്തുനിന്ന് ശുചിമുറി മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ കാനയിലൂടെ ഒഴുക്കിവിടുന്നുണ്ടെന്ന് പരിസരവാസികൾ ആരോപിക്കുന്നു. പ്രദേശത്തെ പല തോടുകളും വൃത്തിയാക്കാത്തതും വെള്ളം കെട്ടിനിൽക്കാൻ കാരണമായെന്നും നാട്ടുകാർ പറയുന്നു. എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ശരിക്കും ഞാൻ എടുത്ത വീഡിയോയിൽ കാണിക്കുന്നത് ഡയറക്റ്റ് നമ്മൾ സെപ്റ്റി ടാങ്കിൽ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു അതേ രീതിയിലാണ്. അത്രയും മാലിന്യം ഇതുവരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ മൊത്തം ഈ 2 കിലോമീറ്റർ റോഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇത് സ്പ്രെഡ് ചെയ്തിരിക്കുക. സമീപവാസികളുടെ മുഴുവൻ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് ഇത് എത്തിക്കഴിയും. ഇപ്പോൾ ഇത്രയും വലിയ മഴ നിൽക്കുന്ന സമയത്ത് ഇതുവരെ പ്രാരംഭ പ്രവർത്തനങ്ങൾ എന്നുള്ള ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടന്നിട്ടില്ല. ഈ നമ്പ്രാട്ടിത്തോടിൻ്റെ ഈ മെയിൻ തോട് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. അതിലൊരു ഇടപെടലുണ്ടായിട്ടില്ല. തുടർന്ന് അങ്ങോട്ട് അറപ്പത്തോട്ടിലേക്ക് ഒഴുകാനുള്ള മാർഗ്ഗങ്ങൾ 12ാം പടിയിൽ ഒറ്റ തോടുമില്ല, കൾവട്ടുമില്ല. പഴഞ്ഞിയിൽ കാറിടിച്ച് കാൽനട യാത്രക്കാരന് ഗുരുതര പരിക്ക്. കാട്ടക്കമ്പൽ ചിറയൻകാട് സ്വദേശി ഷാമിലിനാണ് പരിക്കേറ്റത്. പഴഞ്ഞി മഹാൻ ഓഡിറ്റോറിയത്തിന് മുൻപിലാണ് അപകടമുണ്ടായത്. ചിറക്കൽ ഭാഗത്തേക്ക് നടന്നു പോവുകയായിരുന്ന യുവാവ് റോഡിലേക്ക് കയറിയപ്പോൾ പുറകിൽ നിന്ന് വന്നിരുന്ന കാർ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മതിലകത്ത് ഡോൾഫിന്റെ ജഡം കരക്കിടിഞ്ഞു. കുളിമുട്ടം പൊക്ലായി ബീച്ചിലാണ് ഉച്ചയ്ക്ക് 1:30 ജഡം കരക്കടിഞ്ഞത്. 5 അടിയോളം വലിപ്പമുള്ള ഡോൾഫിന്റെ ജഡമാണ് കരക്കടിഞ്ഞത്. ബോട്ടിന്റെയോ മറ്റോ യന്ത്രഭാഗങ്ങൾ തട്ടി പരിക്കേറ്റ് ചത്ത് കരക്കടിഞ്ഞതാണെന്നാണ് സംശയം. വാർഡംഗം EK ബിജുവിന്റെ നേതൃത്വത്തിൽ ജഡം സംസ്കരിച്ചു. കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ ജില്ലാ പ്രസിഡന്റ് MT തോമസ് മാസ്റ്ററെ അനുസ്മരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സംസ്ഥാന ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ സ്റ്റീഫൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് അധ്യക്ഷനായിരുന്നു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ, CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാവും വ്യാപാരി വ്യവസായി കോൺഗ്രസ് സെക്രട്ടറിയുമായ MH നൌഷാദിനെ മുൻവൈരാഗ്യത്താൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി കയ്യേറ്റം ചെയ്യുകയും അപമാനിക്കുകയും ചെയ്തതായി പരാതി. തന്നെ കയ്യേറ്റം ചെയ്ത സിവിൽ പോലീസ് ഓഫീസർ നൌഷാദ് ഭീഷണിപ്പെടുത്തിയ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അജിത് എന്നിവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് MH നൌഷാദ് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നതാധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെയാണ് പരാതിക്കിടയാക്കിയ സംഭവമുണ്ടായത്. ഒരു കേസിന്റെ കാര്യം സംസാരിക്കാൻ
സ്റ്റേഷൻ ഹൌസ് ഓഫീസറെ നേരിൽ വന്ന് കാണണമെന്നാവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചതിനെ തുടർന്നാണ് നൌഷാദ് സ്റ്റേഷനിൽ എത്തിയത്. റിസപ്ഷനിൽ ഉണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ SHO എത്തിയിട്ടില്ലെന്നും പ്രതികളിരിക്കുന്ന ബെഞ്ചിൽ പോയിരിക്കാൻ MH നൌഷാദിനോട് ആവശ്യപ്പെടുകയുമായിരുന്നു. ബെഞ്ചിലിരിക്കാൻ താൻ നിലവിൽ ഒരു കേസിലും പ്രതിയല്ലെന്നും SHO വരുന്നതുവരെ പുറത്തു നിൽക്കാമെന്നും അറിയിച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ MH നൌഷാദിനെ CPO തടയുകയും കഴുത്തിലും വയറിലും പിടിച്ചു തള്ളുകയും ബലമായി പിടിച്ചുവലിച്ച് ബെഞ്ചിലിരുത്താൻ ശ്രമിച്ചുവെന്നുമാണ് പരാതി. പിന്നീടെത്തിയ SHO അജിത്തിനോട് പരാതിപ്പെട്ടപ്പോൾ ഇത് പുറത്തു പറഞ്ഞാൽ നിനക്കെതിരെ കേസെടുത്ത് അകത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും MH നൌഷാദ് പറയുന്നു. എരുമപ്പെട്ടി പോലീസിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ 10 വർഷമായി നിരന്തരമായി എന്നെ വേട്ടയാടണം. ഇത് കള്ളക്കേസുകളിൽ കുടിക്കും, അതുപോലെ തന്നെ ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കിയും നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 13ഓളം കേസുകളാണ് എൻ്റെ പേരിൽ അനാവശ്യമായിട്ട് എടുത്തിട്ടുള്ളത്. അതിന് കാരണം മെയിനായിട്ട് ഈ പോലീസിന്റെ പകപോക്കലാണ്. പോലീസിന് തന്നോടുള്ള ഒരു മുൻവൈരാഗ്യത്തിന്റെ ഭാഗമായുള്ള പ്രതികാര നടപടികളാണ് ഇതെന്ന് നൌഷാദ് പറയുന്നു. വർഷങ്ങൾക്ക് മുൻപ് മണ്ണ് മാഫിയ സംഘവും പോലീസുമായുള്ള ബന്ധം തെളിയിക്കുന്ന ഒരു ശബ്ദ സംഭാഷണം നൌഷാദ് മാധ്യമപ്രവർത്തകർക്ക് നൽകുകയും ഇത് വാർത്തയായതിനെ തുടർന്ന് എരുമപ്പെട്ടി സ്റ്റേഷനിലെ 9 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള വകുപ്പ് തല നടപടി ഉണ്ടാവുകയും ചെയ്തിരുന്നു. തന്നെ വീണ്ടും വേട്ടയാടുന്ന പോലീസ് നടപടിയെ നിയമപരമായി നേരിടുമെന്ന് നൌഷാദ് അറിയിച്ചു. TCV എരുമപ്പെട്ടി. പത്മഭൂഷൺ കുഴൂർ നാരായണമാരാരുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് കുഴൂരിൽ തുടക്കമായി. കുഴൂർ നാരായണമാരാർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഒരു വർഷത്തെ പരിപാടികളാണ് വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കുന്നത്. നാരായണമാരാർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ജന്മശതാബ്ദി സുവർണ മുദ്രാ പുരസ്കാരം ചെറുതാഴം കുഞ്ഞിരാമമാരാർക്ക് സമ്മാനിച്ചു. ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി K. രാജൻ നിർവഹിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ TI മോഹൻദാസ് അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി MNS നായർ, ഗാനരചയിതാവ് IS കുണ്ടൂർ, കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ, കാലടി കൃഷ്ണയ്യർ, B. രാധാകൃഷ്ണ മേനോൻ, ചോറ്റാനിക്കര വിജയന്മാരാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം നടത്തിയ കുഴൂർ സ്വദേശികളെ ചടങ്ങിൽ ആദരിച്ചു. ചാലക്കുടി റോട്ടറി ക്ലബ്ബ് പാർപ്പിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച 6 വീടുകളുടെ താക്കോൽ സമർപ്പണം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള നിർവഹിച്ചു. പരിയാരം, അതിരപ്പള്ളി പഞ്ചായത്തുകളിലാണ് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 4 വീടുകൾ കൂടി പദ്ധതിയുടെ ഭാഗമായി വാസയോഗ്യമാക്കി നൽകും. അന്നനാട് യൂണിയൻ ഹൈസ്കൂളിന് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ സ്മാർട്ട് ക്ലാസ് റൂം സജ്ജമാക്കി. നൽകാനുള്ള സമ്മതപത്രം സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് JN ജോസഫ് പട്ടത്തിന് കൈമാറി. പ്രസിഡന്റ് ജോൺ തെക്കേക്കര അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. കൊടകര പൂനിലാർക്കാവ് ദേവീ ക്ഷേത്രത്തിൽ തുടർച്ചയായ 2ാം ദിവസവും മോഷണം നടന്നത് പോലീസിന് തലവേദനയായി. ബുധനാഴ്ച രാത്രി ക്ഷേത്രത്തിൽ കയറിയ മോഷ്ടാക്കൾ സ്വർണം പതിപ്പിച്ച കോലവും 6ഓളം ഭണ്ഡാരങ്ങളും കവർന്നിരുന്നു. ക്ഷേത്രത്തിലെ CCTV സംവിധാനം തകർക്കുകയും DVR ഇളക്കിയെടുക്കുകയും ചെയ്ത ശേഷമാണ് കവർച്ച നടത്തിയത്. കോലത്തിൽ ചാർത്തിയിരുന്ന 3 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഇളക്കിയെടുത്ത ശേഷം ക്ഷേത്രത്തിന് തെല്ലകലെയുള്ള വാഴത്തോട്ടത്തിൽ കോലം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. വ്യാഴാഴ്ച പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം ഊർജിതമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തുള്ള 2 ഭണ്ഡാരങ്ങളാണ് വ്യാഴാഴ്ച രാത്രി കുത്തിത്തുറന്ന് മോഷണം നടത്തിയത്. തുടർച്ചയായ 2ാം ദിവസവും ഒരേ സ്ഥലത്ത് മോഷണം നടന്നത് ബന്ധപ്പെട്ടവരുടെ ജാഗ്രത കുറവായാണ് വിലയിരുത്തപ്പെടുന്നത്. സംഭവത്തിന് പിന്നിൽ പ്രദേശവാസികളോ പ്രദേശത്തെക്കുറിച്ച് നന്നായി അറിയുന്നവരോ ആണെന്ന സംശയം ഇതോടെ ബലപ്പെട്ടിരിക്കുകയാണ്. പകൽ സമയത്ത് ക്ഷേത്രത്തിലെത്തി നിരീക്ഷണം നടത്തിയവരായിരിക്കണം കവർച്ച നടത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. CCTVയുടെ DVR മോഷ്ടിക്കാനും മേൽശാന്തി ഉറങ്ങിയിരുന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയിടാനും മോഷ്ടാക്കൾക്ക് കഴിഞ്ഞത് മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണെന്നാണ് കരുതുന്നത്. ക്ഷേത്ര ഗോപുരത്തോട് ചേർന്നുള്ള കലവറയിൽ കോലം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കിയവരാണ് മോഷ്ടാക്കളെന്നും സംശയിക്കുന്നുണ്ട്. കവർച്ച നടന്ന 24 മണിക്കൂർ തികയും മുൻപേ വീണ്ടും മോഷ്ടാക്കളെത്തി തലേന്ന് രാത്രി കുത്തിത്തുറക്കാൻ കഴിയാതിരുന്ന 2 ഭണ്ഡാരങ്ങൾ കവർന്നത് പോലീസിനോടുള്ള വെല്ലുവിളിയായാണ് കണക്കാക്കുന്നത്. TCV കൊടകര. മതിലകം കൂളിമുട്ടത്ത് മീൻ പിടിക്കാൻ വെച്ച കൂട്ടിൽ മലമ്പാമ്പ് കുടുങ്ങി. മതിലകം പഞ്ചായത്ത് അംഗം VS രവീന്ദ്രന്റെ പറമ്പിൽ നിന്നാണ് 10 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടിയത്. പറമ്പിലെ തോട്ടിൽ മീൻ പിടിക്കാൻ വെച്ച വല കെട്ടിയ കൂട്ടിലാണ് പാമ്പ് കുടുങ്ങിയത്. പാലപ്പിള്ളി മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ തോട്ടങ്ങളിൽ അലഞ്ഞു നടക്കുന്ന പശുക്കൾ കൂട്ടത്തോടെ ഇഞ്ചക്കുണ്ട് പ്രദേശത്തേക്ക് ചേക്കേറിയത് കർഷകർക്ക് ദുരിതമാകുന്നു. 50-ലേറെ പശുക്കളാണ് ജനവാസ മേഖലയിലെത്തിയത്. പ്രദേശത്തെ പറമ്പുകളിൽ കൂട്ടത്തോടെ എത്തി പശുക്കൾ കൃഷി നശിപ്പിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. വാഴയും പച്ചക്കറിയും ഒന്നാകെ നശിപ്പിക്കുന്ന അവസ്ഥയായതോടെ കർഷകർ ഇവയെ തുരത്താൻ പാടുപെടുകയാണ്. 2 ആഴ്ച മുൻപാണ്
പശുക്കൾ ഇഞ്ചക്കുണ്ട് പ്രദേശത്ത് എത്തിയത്. 3 കിലോമീറ്റർ മാറിയുള്ള മുപ്ലി എസ്റ്റേറ്റുകളിൽ അലഞ്ഞു നടന്ന പശുക്കളാണ് ഇവിടെ എത്തിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മുപ്ലി എസ്റ്റേറ്റ് ഇത് അലഞ്ഞു കഴിഞ്ഞിട്ട് നടന്നു നിന്നിരുന്ന പശുക്കളാണ്. ഇവിടെയുള്ള എല്ലാ പറമ്പുകളിലും കയറി മുഴുവൻ വാഴകളും മറ്റ് കൃഷികളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കരികുളം എന്ന് പറഞ്ഞ എസ്റ്റേറ്റിന് പുലി വരികയും പുലി പശുക്കളെ പിടിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഈ പശുക്കൾക്ക് അവിടെ നിൽക്കാൻ ഭയം മൂലമാണ് പശുക്കളിപ്പോൾ ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പാലപ്പള്ളി കാരിക്കുളം മേഖലയിൽ കഴിഞ്ഞ ആഴ്ചകളിൽ പുലിയിറങ്ങി പശുക്കളെ കൊന്നിരുന്നു. പുലിയുടെ ആക്രമണം പതിവായതോടെയാകാം പശുക്കൾ കൂട്ടമായി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എത്തുന്നതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കാർഷിക മേഖലയായ ഇഞ്ചക്കുണ്ടിൽ തോട്ടപ്പശുക്കൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചതോടെ ഏറെ നഷ്ടമാണ് കർഷകർ നേരിടുന്നത്. കാടിറങ്ങിയ പശുക്കളെ പിടികൂടാൻ പുലി എത്തുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. അധികൃതർ ഇടപെട്ട് പശുക്കളെ തിരികെ വനമേഖലയിലേക്ക് കയറ്റിവിടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ 58 സംസ്ഥാന സമ്മേളനം കേരള യൂണിവേഴ്സിറ്റി ആൻഡ് ഹെൽത്ത് സയൻസ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഉദ്ഘാടനം ചെയ്തു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് മുല്ലപ്പള്ളി ശ്രീകൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷനായി. കെ രാമൻപിള്ള, VK ചന്ദ്രൻ, VV ലക്ഷ്മിപ്രിയ, A ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. CITU കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏരിയ തല ശുചീകരണ പ്രവർത്തനം നടത്തി. CITU ജില്ലാ സെക്രട്ടറി സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷനായി. PT ദേവസി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ എന്നിവർ സംസാരിച്ചു. പ്ലാസ്റ്റിക് മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നവരോട് അരുത് എന്ന് നടന്നു പറയുന്ന തിരക്കിലാണ് പത്മജൻ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാൽനടയായിട്ടാണ് ഈ പ്രകൃതി സ്നേഹിയുടെ ബോധവൽക്കരണ യാത്ര. ജീവിതത്തിലെ പ്രധാന ഉപയോഗ വസ്തുവായി പ്ലാസ്റ്റിക് മാറിയെങ്കിലും അടുത്ത തലമുറയ്ക്കെങ്കിലും പ്രകൃതിയെ ശുദ്ധമായി നൽകണമെന്ന സന്ദേശം കൈമാറലാണ് ഈ നടത്തത്തിലൂടെ പത്മജൻ ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആയെങ്കിലും പ്രകൃതിയിലേക്ക് വലിച്ചെറിയാതിരിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കാനാണ് എൻ്റെ ഈ സന്ദേശയാത്ര ആരംഭിച്ചിരിക്കുന്നത്. അതിനായി എല്ലാവരും ഈ ഒരു സന്ദേശം ഏറ്റെടുത്ത് വരും തലമുറയുടെ ഭാവിക്ക് വേണ്ടിയെങ്കിലും നമുക്കത് നടപ്പിലാക്കണം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന് ബോധവൽക്കരണം നടത്തുകയാണ് ഈ യുവാവ്. കൊല്ലം ജില്ലാ മിഷന്റെയും കുട്ടിയം ക്ലബിന്റെയും പത്മശ്രീ മണിക് ഫാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യോഗ്രാഫിയുടെയും സഹകരണത്തോടെയാണ് കൊല്ലം സ്വദേശിയായ സാമൂഹിക പ്രവർത്തകനായ പത്മജന്റെ ബോധവൽക്കരണ കാൽനട യാത്ര. മെയ് 16 കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര 9 ദിവസം പിന്നിട്ട് കുന്നംകുളം പാറയമ്പാടത്തെത്തിയപ്പോൾ പത്മജനെ RE ടെക്മാനിയ റൈഡിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ പൊന്നാട അണിയിച്ചു. നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ക്ലബ്ബുകളിലുമെത്തി പത്മജൻ സംവദിക്കുകയും പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയില്ലെന്ന പ്രതിജ്ഞ എടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ തിരുവനന്തപുരത്താണ് ബോധവൽക്കരണ കാൽനട യാത്രയുടെ സമാപനം. TCV കുന്നംകുളം. ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആലംബഹീനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ കിറ്റുകളുടെ വിതരണം വടക്കാഞ്ചേരി നഗരസഭ ഉപാധ്യക്ഷ ഷീല മോഹൻ ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ സ്നേഹഭവനത്തിന്റെ തറക്കല്ലിടൽ നിർവഹിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് AJ തോമസ് അധ്യക്ഷനായിരുന്നു. 50 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റ് വിതരണം ചെയ്തു. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സുഭാഷ് മൂന്നുമുറി ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുന്നു. വെള്ളിക്കുളങ്ങര വില്ലേജ് ഓഫീസ് ജീവനക്കാരനായ സുഭാഷ് മൂന്നുമുറിക്ക് നാട്ടുകാരും സുഹൃത്തുക്കളും ഞായറാഴ്ച സ്നേഹാദരം ഒരുക്കും. പ്രതിഭാധനനായ എഴുത്തുകാരൻ, ജനകീയനായ സർക്കാർ ജീവനക്കാരൻ, മനുഷ്യസ്നേഹിയായ ജീവകാരുണ്യ പ്രവർത്തകൻ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ് സുഭാഷ് മൂന്നുമുറി. കുറഞ്ഞ കാലം കൊണ്ട് 10 പതിപ്പുകൾ പ്രസിദ്ധീകരിച്ച കടലാസു വഞ്ചികൾ എന്ന ചെറുകഥാ സമാഹാരമാണ് സുഭാഷിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കൃതി. പൂവിടരും കാലം, പച്ചമുളക് മരം, കൊച്ചുകാര്യം തുടങ്ങിയ പുസ്തകങ്ങളും സുഭാഷ് രചിച്ചവയാണ്. ബക്കർ പുരസ്കാരമടക്കം നിരവധി സാഹിത്യ പുരസ്കാരങ്ങളും ഈ എഴുത്തുകാരനെ തേടിയെത്തി. ഊർമിള എന്ന പേരിൽ യൂട്യൂബിലൂടെ റിലീസ് ചെയ്ത സുഭാഷ് മൂന്നുമുറിയുടെ കവിത 1.5 ലക്ഷത്തിലേറെ ആസ്വാദകരുടെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. കോവിഡ് കാലം മുതൽ മൂന്നുമുറിയിൽ പ്രവർത്തിച്ചിരുന്ന എസ് മറ്റത്തൂർ എന്ന സൗജന്യ PSC പരീക്ഷാ പരിശീലന കൂട്ടായ്മയിലെ പ്രധാന പരിശീലകരിൽ ഒരാളായും സുഭാഷ് പ്രവർത്തിച്ചിരുന്നു. ഈ കൂട്ടായ്മയിലൂടെ ഒട്ടേറെ പേരെ സർക്കാർ ജോലി കയ്യെത്തിപ്പിടിക്കാൻ പ്രാപ്തരാക്കി.
വിരമിച്ച ശേഷം എഴുത്തിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവമാകുന്നതിനൊപ്പം എസ് മറ്റത്തൂർ സൗജന്യ PSC പരിശീലന കൂട്ടായ്മയെ വീണ്ടും ശക്തമാക്കാനാണ് തന്റെ തീരുമാനമെന്ന് സുഭാഷ് മൂന്നുമുറി പറയുന്നു. കാൽനൂറ്റാണ്ട് കാലത്തെ ഗവൺമെന്റ് ജീവനം ഈ മെയ് 31-ാം തീയതി അവസാനിക്കുകയാണ്. എഴുത്തും വായനയും കൂടുതൽ സജീവമാക്കുന്നതിനും കൊറോണ കാലത്ത് നിർത്തിവെച്ച എസ് മറ്റത്തൂർ PSC കോച്ചിങ് സെന്റർ നിരവധി പേർക്ക് തൊഴിലവസരം ഉണ്ടാക്കി കൊടുത്തൊരു സ്ഥാപനമാണ്. അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനും യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നേടിക്കൊടുക്കാനുമുള്ള ഒരു പ്രസ്ഥാനം ആരംഭിക്കണമെന്നാണ് റിട്ടയർമെന്റ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ആഗ്രഹം. മാൻ ബിഹൈൻഡ് സക്സസ് എന്ന പേരിൽ സുഭാഷ് മൂന്നുമുറിയെക്കുറിച്ചും എസ് മറ്റത്തൂർ കൂട്ടായ്മയെക്കുറിച്ചും ഡോക്യുമെന്ററി ഇറങ്ങിയിരുന്നു. TCV കൊടകര. പെരിങ്ങോട്ടുകര കിഴക്കുമുറി ശ്രീ ബോധാനന്ദ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് AK രാജൻ അധ്യക്ഷനായി. പ്രകാശൻ കാരാട്ടുപറമ്പിൽ, സുധീരൻ, കീർത്തി ധനേഷ് എന്നിവർ സംസാരിച്ചു. SFI അരിമ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നത്തങ്ങാടി ഗവൺമെന്റ് GUP സ്കൂൾ ശുചീകരിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് ഉദ്ഘാടനം ചെയ്തു. SFI ലോക്കൽ സെക്രട്ടറി K അനന്തകൃഷ്ണൻ അധ്യക്ഷനായി. K രാകേഷ്, അഞ്ജലി റോബൻ, PS അസൽ, മാധവ് കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ടൗൺ ഹാളിൽ നടന്ന കരുണ മംഗല്യ സംഗമം പ്രസിദ്ധ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സംഗമത്തിൽ 6 ഭിന്നശേഷിക്കാർ വിവാഹിതരായി. ഗുരുവായൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായ VL രാജേഷ്, PK ഷറഫുദ്ദീൻ, VS മനോജ് എന്നിവർക്ക് കരുണ കർമ്മ പുരസ്കാരം നൽകി. കരുണ ചെയർമാൻ KB സുരേഷ്, ശ്രീനിവാസൻ ചുള്ളിപ്പറമ്പിൽ, N ബാബു, C സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒല്ലൂർ കമ്പനിപ്പടിയിലെ പ്രോ ഏകലവ്യ അക്കാദമിയും AICS IAS അക്കാദമിയും സംയുക്തമായി ജൂൺ 9-ന് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി മികവ് 2024 സംഘടിപ്പിക്കും. ഒല്ലൂർ കമ്പനിപ്പടിയിലെ പ്രോ ഏകലവ്യ അക്കാദമിയിൽ ജൂൺ 9-ന് രാവിലെ 10 മുതൽ രാത്രി 8 വരെയായി സംഘടിപ്പിക്കുന്ന മികവ് 2024-ന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി സൗജന്യ കരിയർ ഗൈഡൻസ് പ്രോഗ്രാമും അഭിരുചി പരീക്ഷയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മികവ് 2024-ൽ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിക്ക് സമീപമുള്ള AICS IAS അക്കാദമിയിൽ സൗജന്യ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സുകളും നൽകും. മികവ് 2024 പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി വിദ്യാർത്ഥികൾ ഫോട്ടോയും സ്കോർ കാർഡും 9188007123 9946700049 എന്നിവയിൽ ഏതെങ്കിലും നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യണം. ചീഫ് മെൻറ്റർ AJ അജൽ, ഡയറക്ടർ ഓഫ് AICS IAS മെജോ ജോൺ, അക്കാഡമിക് കോർഡിനേറ്റർ ഷൈനി, ഫാക്കൽറ്റി കോർഡിനേറ്റർ ആതിര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കാറിൽ കടത്തുകയായിരുന്ന 89 കിലോ കഞ്ചാവുമായി 2 പേർ നെല്ലായിയിൽ പോലീസ് പിടിയിൽ. ഒറീസയിൽ നിന്ന് എറണാകുളത്തേക്ക് കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. മഴ കനത്തതോടെ പൂനംകാട് താണിക്കുളം റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായി. പുത്തൂർ പഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതിക്കായി പൊളിച്ച റോഡുകൾ ചെളിക്കുളമായി. ഗുരുവായൂരിൽ തെരുവുനായ ശല്യം രൂക്ഷം. നായ്ക്കളെ പേടിച്ച് വഴി നടക്കാനാകാതെ തീർത്ഥാടകരും നാട്ടുകാരും. മുന്നറിയിപ്പുകളില്ലാത്ത ഡിവൈഡറുകൾ മൂലം കൈപ്പറമ്പിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ട് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാൻ തയ്യാറാകാതെ അധികൃതർ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.